നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. പത്മജിയുടെ ബി.ജെ.പി. പ്രവേശനത്തിൽ സുരേഷ് ഗോപിയുടെ പ്രതികരണവും പ്രധാനമന്ത്രി കേരളത്തിലെത്തുന്നതിന് മുൻപ് പല കോൺഗ്രസ് CPM നേതാക്കളും ബി.ജെ.പിയിൽ ചേരുമെന്ന വാർത്തകളുമാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത്. പത്മജിയുടെ ബി.ജെ.പി. പ്രവേശനത്തിൽ പ്രതികരണവുമായി സുരേഷ് ഗോപി രംഗത്തെത്തിയിട്ടുണ്ട്. പത്മജിയെ ബി.ജെ.പി. പ്രചരണ പരിപാടികളിൽ പങ്കെടുപ്പിക്കില്ലെന്ന് കഴിഞ്ഞ ദിവസം വാർത്തകൾ പ്രചരിച്ചിരുന്നു. പക്ഷേ പത്മജിയെ ബി.ജെ.പിയുടെ പ്രചരണത്തിൽ പങ്കെടുപ്പിക്കില്ലെന്ന വാർത്തകൾ തൃശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി നിഷേധിച്ചു. സംസ്ഥാനത്ത് ബി.ജെ.പിയുടെ പ്രചാരണ പരിപാടികളിൽ പത്മജ വേണുഗോപാൽ പങ്കെടുക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. അതുപോലെ പത്മജ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ബി.ജെ.പിയിൽ എത്തിയതെന്നും ആരും ക്ഷണിച്ചിട്ട് കൂട്ടിക്കൊണ്ടു വന്നതല്ലെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. പത്മജിയുടെ ആഗ്രഹം പാർട്ടി കേന്ദ്ര നേതൃത്വം അംഗീകരിച്ചു. കേന്ദ്ര നേതാക്കൾ പറഞ്ഞാൽ എനിക്കും അത് സ്വീകാര്യമാണ്. അതുപോലെ K. മുരളീധരനും പത്മജയും ആങ്ങളെയും പെങ്ങളുമാണോ എന്ന് അവർ സ്വയം തീരുമാനിക്കട്ടെ എന്നും സുരേഷ് ഗോപി പറയുന്നു. പത്മജയെ പാർട്ടിയിലെടുത്തത് കേന്ദ്ര നേതൃത്വമാണെന്നും അതിൽ കേരളത്തിലെ നേതാക്കൾക്ക് പങ്കില്ലെന്നും പാർട്ടി നേതൃത്വം പറയുന്നത് താൻ അനുസരിക്കുമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. ഇങ്ങനെയൊക്കെ പറഞ്ഞ സുരേഷ് ഗോപി മറ്റൊരു കാര്യം കൂടി പറയുകയുണ്ടായി. പത്മജ തന്റെ സഹോദരിയുടെ സ്ഥാനത്താണ്. അവർക്കൊപ്പം പാർട്ടി നിശ്ചയിക്കുന്ന വേദികൾ പങ്കിടും. ഇത് കല്യാണിക്കുട്ടി അമ്മയ്ക്കുള്ള സമർപ്പണമാണ്, സുരേഷ് ഗോപി പറഞ്ഞു. സംസ്ഥാനത്ത് നിലവിൽ ഭരണവിരുദ്ധ വികാരമുണ്ട്. പ്രചരണ വേളയിൽ ജനങ്ങളുടെ പെരുമാറ്റത്തിൽ നിന്ന് അത് മനസ്സിലായി. മതപ്രീണനത്തിനല്ല ബി.ജെ.പിയുടെ വോട്ട് ശതമാനം കൂടുമെന്നും സുരേഷ് ഗോപി പ്രതീക്ഷ പ്രകടിപ്പിച്ചു. അതേസമയം പത്മജയുടെ ബി.ജെ.പി. പ്രവേശനത്തെ ചൊല്ലി പല എതിർപ്പുകളും പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടായിരുന്നുവെന്നും അവർ പാർട്ടിയിലെത്തിയതിൽ പല സംസ്ഥാന നേതാക്കൾക്കും താല്പര്യമില്ല എന്നും പലർക്കും ഇക്കാര്യത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായെന്നുമൊക്കെയായിരുന്നു റിപ്പോർട്ടുകൾ. ഒല്ലൂരിൽ സുരേഷ് ഗോപി പ്രചരണത്തിനെത്തിയപ്പോൾ പത്മജയെ കാണാൻ വരാതിരുന്നതും പത്മജ സുരേഷ് ഗോപിയെ കാണാൻ പോകാതിരുന്നതുമാണ് അഭ്യൂഹങ്ങൾക്ക് ബലമേകിയത്. K. മുരളീധരൻ തോൽക്കുമെന്ന് പറയുന്നില്ല, പക്ഷേ സുരേഷ് ഗോപി തൃശൂരിൽ ജയിക്കുമെന്നാണ് പത്മജ പറയുന്നത്. പാലക്കാട്ടെ ബി.ജെ.പി. സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാറിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് 19-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നുണ്ട്. അതിനുശേഷമായിരിക്കും സംസ്ഥാനത്ത് പാർട്ടി ആവശ്യപ്പെടുന്ന ഇടങ്ങളിൽ പത്മജ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ഇറങ്ങുക. K. മുരളീധരൻ മത്സരിക്കുന്ന തൃശൂരിലും പത്മജ ബി.ജെ.പിക്ക് വേണ്ടി പ്രചരണം നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേരള സന്ദർശനത്തിന് മുന്നോടിയായി സംസ്ഥാനത്തെ പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ ബി.ജെ.പിയിൽ ചേരുമെന്ന് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ വ്യക്തമാക്കി. ഇടതുമുന്നണിയിൽ നിന്നും ആളുകൾ എത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളിൽ നിന്ന് കൂടുതൽ പേർ ബി.ജെ.പിയിലേക്ക് എത്തുമെന്ന് പാർട്ടിയുടെ ജില്ലാ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. കൊല്ലത്തെ ചില കോൺഗ്രസ് നേതാക്കൾ ബി.ജെ.പിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും ഇടുക്കിയിലെ CPMന്റെ പല നേതാക്കളും ദേവികുളം മുൻ MLA ആയിരുന്ന S. രാജേന്ദ്രനും ബി.ജെ.പിയോട് അടുക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രചരിച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 15-ന് പത്തനംതിട്ടയിലും 19-ന് പാലക്കാടും നടക്കുന്ന പരിപാടികളിൽ പങ്കെടുക്കും. 15-ന് പത്തനംതിട്ടയിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ 10,000-കണക്കിന് ആളുകളെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. 19-ാം തീയതി പാലക്കാട് ഗവൺമെന്റ് മോയൽ സ്കൂൾ പരിസരത്ത് നിന്ന് കോട്ട മൈതാനം തുടങ്ങി 5 വിളക്ക് വരെ റോഡ് ഷോയും നടത്തും.